നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് 18 തമിഴ്നാട് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. തമിഴ്നാട് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ്. ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യം തന്നെ അവഹേളനമായി മാറുന്നു കഴിഞ്ഞ ഒരാഴ്ചയായി തമിഴകത്ത് നടക്കുന്ന നാടകങ്ങൾ. എന്താണ് തമിഴകം രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്നാണ് ഈ ചർച്ച പരിശോധിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പ്രമുഖ മാധ്യമപ്രവർത്തകനും ഫ്രണ്ട് ലൈനിൻ്റെ അസോസിയേറ്റ് എഡിറ്ററുമായ RK രാധാകൃഷ്ണൻ, സാമൂഹ്യ പ്രവർത്തകനായ MP അൻവർ, ഒപ്പം അഡ്വക്കേറ്റ് MP ഗോവിന്ദൻ എന്നിവരാണ്. ആദ്യം RK രാധാകൃഷ്ണനിലേക്ക്. എന്താണ് തമിഴകത്ത് സംഭവിക്കുന്നത് എന്നറിയാൻ മലയാളികൾക്ക് മാത്രമല്ല ഇന്ത്യയിലുള്ള മുഴുവൻ പൗരന്മാർക്കും വലിയ താല്പര്യമുണ്ട്. ഗവർണറാണോ ഈ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നത്? അല്ല, ഇത് തുടക്കം എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശികല മറ്റേ ചീഫ് മിനിസ്റ്റർ ആവണം എന്ന ആ നീക്കത്തിൽ തുടങ്ങുന്ന ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് തന്നെ. അതുവരെ യാതൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതായത് ജയലളിത ഡിസംബർ 5-ാം തീയതി മരിക്കുന്നു, അന്ന് രാത്രി തന്നെ ഒരു മന്ത്രിസഭ അധികാരമേൽക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും അവിടെ തൊട്ട് ക്ലോക്ക് വർക്ക് പോലെ മറ്റേ ജയലളിതയുടെ മറ്റേ ബോഡി കൊണ്ടുവരുന്നതാണെങ്കിലും ശരി, മറ്റേ VIPസിനെ റിസീവ് ചെയ്യണമെങ്കിലും ശരി, അവരുടെ അടക്കം ചെയ്യുന്നതാണെങ്കിലും ശരി, അതിനുശേഷം വന്ന വർദ്ധ ഡിസംബർ 13-ാം തീയതി വളരെ ഭീകരമായ ഒരു കൊടുങ്കാറ്റ് ചെന്നൈയിൽ താക്കുന്നു. അതായാലും ശരി, അത് തുടർന്ന് വന്ന ജല്ലിക്കെട്ട് അജിറ്റേഷൻ ജനുവരിയിൽ, അത് കഴിഞ്ഞിട്ട് മറ്റേ ജല്ലിക്കെട്ട് അജിറ്റേഷനിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു ഓർഡിനൻസിനായി ഒരു മുഖ്യമന്ത്രി ഡൽഹിയിൽ ചെല്ലുകയും ശശികലയാണ് പ്രശ്നമെങ്കിൽ ശശികല ഉണ്ടാക്കിയ പ്രശ്നം ഇന്ന് വൈകുന്നേരത്തോടു കൂടി അവസാനിച്ചു. എന്നിട്ടും എന്തുകൊണ്ട് ഗവർണർ തീരുമാനമെടുക്കുന്നില്ല? ഇല്ല, ഗവർണറിലേക്ക് വരാം. അപ്പോൾ ഒരു പ്രശ്നവും ഇല്ലാതെ ഒരു തലത്തിൽ നിന്നാണ് ഫെബ്രുവരി 5-ാം തീയതി ഈ പ്രശ്നം വരുന്നത്. അതായത് ശശികലയെ നോമിനേറ്റ് ചെയ്യുന്നു ADMK. അപ്പോൾ 5-ാം തീയതി തുടങ്ങി 7-ാം തീയതി രാത്രി വരെ, 7-ാം തീയതി രാത്രിയാണ് പന്നീർസെൽവം ആദ്യമായിട്ട് മറ്റേ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. അതുവരെയായ കാലഘട്ടത്തിൽ ഗവർണറുടെ യാതൊരു മറ്റേ ഒപ്പീനിയനും വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ടും 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഗവർണർ ഇവിടെ വരുന്നത്. ഇതാണ് പ്രശ്നം. ഗവർണർ ഒരു സന്യാസിനെ പോലെ ഇങ്ങനെ മൗനം പാലിച്ചിട്ട് ഇതുവരെ, അതായത് 5-ാം തീയതി തുടങ്ങിയിട്ട് ഇതുവരെയായ കാലഘട്ടത്തിൽ ഗവർണർ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഗവർണർ എന്ത് ചെയ്യുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഒരു സിസ്റ്റത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൻവർ ആ ഭാഗത്തോട് യോജിക്കുന്നുണ്ടോ? ഗവർണർ ഭരണഘടനാപരമായ ദൗത്യമാണ് നിർവഹിക്കുന്നത് എന്ന് നിയമവിദഗ്ധർ പറയുന്നവരുണ്ട്, എതിർക്കുന്നവരുണ്ട്. പക്ഷേ ഗവർണർ ഭാഗത്തുനിന്നുണ്ടായത് യഥാർത്ഥത്തിൽ ശരിയായ സമീപനമാണോ? തീർച്ചയായും ഭരണഘടനയുടെ ആർട്ടിക്കിൾ 163 ക്ലിയറായിട്ട് പറയുന്നുണ്ട്. അതാണല്ലോ ഞങ്ങൾ ഇത്ര ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നതും നിയമജ്ഞർ പറയുന്നതും ഒക്കെ തന്നെ. അതായത് ഒരു ഗവർണറുടെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ് ഒരു ഗവൺമെൻറ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ഗവർണർക്ക് നോക്കേണ്ടത്, എല്ലാവരും പറഞ്ഞല്ലോ, എല്ലാ നിയമവിദഗ്ധരും പറഞ്ഞല്ലോ, ഒരു സുസ്ഥിര ഗവൺമെൻറ്റിനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഗവർണറുടെ ഏറ്റവും പരമപ്രധാനമായ ഒരു ലക്ഷ്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾറെഡി ഒരു സുപ്രീം കോർട്ടിൻ്റെ ജഡ്ജ്മെൻറ്റ് വരാൻ പോകുന്നു എന്ന് ഒരു ഉത്തരവ് സുപ്രീം കോർട്ടിൽ തന്നെ ജഡ്ജ് പറയുമ്പോൾ ഗവർണർ തീർച്ചയായും ശശികല എന്ന വ്യക്തിയാണ് മുഖ്യമന്ത്രി ആവാൻ പാർട്ടി സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും അങ്ങനെ ഒരു സുസ്ഥിര ഗവൺമെൻറ്റാണ് ഒരു ഗവർണറുടെ ബാധ്യത എങ്കിൽ തീർച്ചയായും അത് വെയിറ്റ് ചെയ്യേണ്ടതല്ലേ. പിന്നെ അതില്ലാതെ മറുപക്ഷത്ത് അവരുടെ മറുകണ്ഠം നിൽക്കുന്ന ഒരു പന്നീർസെൽവം OPS അവകാശവാദവുമായി അവരും വരുന്നു, MLA മാർ എൻ്റെ കൂടെ നിൽക്കുമെന്ന്. അപ്പോൾ രണ്ട് ഭാഗത്തുനിന്നും അങ്ങനെയുള്ളൊരു പ്രശ്നം വരുമ്പോൾ തീർച്ചയായും അതിൻ്റെ ഡ്യൂ ഡിലിജൻസ്, തീർച്ചയായും അതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങൾ നോക്കേണ്ട. 163(1) വളരെ ക്ലിയർ ആയിട്ട് 2006 സുപ്രീം കോടതി ജഡ്ജ്മെന്റിൽ പറയുന്നത് ഗവർണർ ഈസ് നോട്ട് എൻ ഓട്ടോക്രാറ്റ്. അങ്ങനെയുള്ള അധികാരങ്ങൾ, അതായത് മറ്റേ ഇവർക്ക് മെജോറിറ്റി ഉണ്ടോ ഇല്ലേ, എങ്ങനെ മെജോറിറ്റി കൊണ്ടുവന്നു, ഇതായ ഈ മോറൽ ക്വസ്റ്റ്യൻസിലേക്ക് ഗവർണറോ പ്രസിഡന്റോ കടന്നു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഡെമോക്രസി വിൽ ബി ക്വസ്റ്റ്യൻഡ്. അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ പാടില്ല. ജനാധിപത്യത്തിന് മുന്നിലാണ് അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ ഇവിടെ ചോദ്യമുയരുന്നത്. അതിനെ ഗവർണർ ആ ജനാധിപത്യ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലയുള്ള ഗവർണർ എന്തുകൊണ്ട് അത് വൈകിപ്പിക്കാനുള്ള കാരണങ്ങളുണ്ട്. നല്ല ഒരു ഗവൺമെൻറ് ഒന്ന് സ്റ്റഡി ഗവൺമെൻറ്റായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കുറേ കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കണം. ഇതിൽ വന്നിട്ട് ADMK പാർട്ടിയുടെ ഇനി ഒരു വേറെ പാർട്ടിയല്ല ക്ലെയിം ചെയ്യുന്നത്. ഒരു ADMK പാർട്ടി ആൾക്കാർ ജയലളിത ഓണറബിൾ ലേറ്റ് ചീഫ് മിനിസ്റ്റർ മരണപ്പെട്ടതും അന്ന് രാത്രി തന്നെ ഗവർണർ അവരുടെ കർത്തവ്യം ചെയ്യേണ്ടത്. ഇവർ പറയണത് ബേസ് ചെയ്തിട്ടാണ് കർത്തവ്യം ചെയ്ത് ഗവർണർ വന്നിട്ട് CM അല്ല പതിവ് പ്രമാണം ചെയ്യണം. ഗവർണർ മാളിക മിഡ് നൈറ്റിൽ തന്നെ ചെയ്യേണ്ടത്. അപ്പോൾ ഹാസ് ഫെയിൽഡ് ഹിസ് ഡ്യൂട്ടി എന്ന് പറയാനില്ല. അപ്പോൾ അവിടെ തമിഴ്നാട് ഗവൺമെൻറ്റിൽ ഒരു ഗവർണർ ഡിസ്ചാർജ് ഹിസ് ഡ്യൂട്ടീസ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പെട്ടെന്ന് ശശികല മാഡത്തിന് പെട്ടെന്ന് ഈ ആശ അതെല്ലാം ഭൂതകാലമാണ്. ഇപ്പോൾ നടക്കുന്ന കഴിഞ്ഞ 8 ദിവസമായി ഗവർണർ എടുത്ത സമീപനം ശരിയാണോ അല്ലയോ? ഇത്രയും കാലം എടുത്ത കറക്റ്റാണ്.
ഇന്നലെ വൈകുന്നേരം ഒരു മെജോറിറ്റി ഓഫ് ദ MLAസിൻ്റെ ഒരു ലെറ്റർ കൊണ്ടുപോയി കൊടുത്തിരിക്കുമ്പോൾ അതിന് ഇനി ഡിലേ ചെയ്യുന്നതിൽ അർത്ഥമില്ല ഗവർണർ. അതിൽ വാട്ട് എവർ പീപ്പിൾ ഹാവ് ബീൻ അബ്ഡക്റ്റഡ് ആർ കിഡ്നാപ്ഡ് ആൻഡ് കെപ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹേബിയസ് കോർപ്പസ് പെറ്റീഷൻ. അൻവർ, ഗവർണർ ഭരണഘടനാപരമായി പ്രവർത്തിക്കുന്നു എന്നെല്ലാം പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന് പാസ്റ്റ് ഉണ്ട്. അദ്ദേഹം വാജ്പേയി സർക്കാരിൻ്റെ സഹമന്ത്രിയായിരുന്നു, BJPയുടെ സമന്വയ നേതാവായിരുന്നു. അതുമാത്രമല്ല മഹാരാഷ്ട്ര കൂടി ചുമതല വഹിക്കുന്ന ഗവർണറാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ നടപടികൾക്കും വിമർശനത്തിന് വിധേയമാകുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് വൈകിപ്പിക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ വൈകിപ്പിക്കുന്നത് കൊണ്ട് ജനാധിപത്യ മൂല്യങ്ങളാണ് ഇവിടെ ഇല്ലാതാകുന്നത്. കുതിരക്കച്ചവടവും ഈ രാഷ്ട്രീയ നാടകങ്ങളെല്ലാം അരങ്ങേറാൻ കാരണം ഗവർണർ ഇനിയും വൈകിപ്പിക്കുന്നതാണ്. നിങ്ങൾ വളരെ വ്യക്തമായി കണ്ടതാണ്. ഇതിൽ ഒരു ചെറിയൊരു BJP രാഷ്ട്രീയം ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് വളരെ വ്യക്തമാണ് ആദ്യം മുതൽ തന്നെ. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ഞാൻ ഇപ്പോൾ നേരത്തെ ഗവർണറുടെ നടപടിയെ നല്ലതാണ് പറഞ്ഞല്ലോ. പക്ഷെ അതേസമയം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതേ ഗവർണർ തന്നെയാണ് പന്നീർശെൽവവും മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല, അദ്ദേഹം നല്ലവനാണ് എന്ന് പറയേണ്ടത് ഗവർണർ പാടില്ല. അത്തരം ഒരു അവസ്ഥയിൽ പറയാൻ പാടില്ലായിരുന്നു. ഗവർണറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിൽ ഒരു മഹാരാഷ്ട്രയിൽ ഉള്ളപ്പോൾ തന്നെ അദ്ദേഹം ചെന്നൈയിൽ എത്തുന്നതിന് മുമ്പ് അനിശ്ചിതത്വം തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹം കൊടുത്ത ഒരു സന്ദേശമാണ്. ഗവർണർ നടത്താൻ പാടില്ലാത്തൊരു പരാമർശമാണ്. അത് ശരിയാണ്. RK, ഇവിടെ ഇനിയും വൈകിപ്പിക്കാൻ കഴിയുമോ? പന്നീർശെൽവത്തിന് മുന്നിലാണോ എടപ്പാടി പളനിസ്വാമിക്ക് മുന്നിലാണോ ആദ്യം ഗവർണറുടെ കോൾ പോകേണ്ടത്? ഇല്ല, ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഗവർണർ ചെയ്യേണ്ടത് അർജൻറ്റായിട്ട് ചെയ്യേണ്ടത് ഒരു ഫ്ലോർ ടെസ്റ്റാണ്. അത് എങ്ങനെ നടക്കും, ആര് നടത്തണം എന്നല്ല സ്പീക്കറാണ് ഡിസൈഡ് ചെയ്യുന്നത്. അത് കോമ്പോസിറ്റ് ഫ്ലോർ ടെസ്റ്റ് ആണോ, പന്നീർശെൽവത്തിനെ വിളിക്കണോ, ഇല്ല മറ്റേ എടപ്പാടിനെ വിളിക്കണോ എന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് സീറ്റുള്ളത് സ്പീക്കറാണ്, അല്ലാതെ ഗവർണറല്ല. ഗവർണർ ഓർഡർ ചെയ്യാൻ പറ്റുന്നത് ഒരു ഫ്ലോർ ടെസ്റ്റ്. ഇത് മാത്രമാണ് ഗവർണറുടെ ജോലി. ആ ജോലി എന്തുകൊണ്ട് നിർവഹിക്കുന്നില്ല എന്നുള്ള ഇവിടുത്തെ പ്രശ്നം. 6 ദിവസം ഗവർണറെ കാണുവാനില്ല. അങ്ങേര് ഡൽഹിയിൽ വന്നിട്ട് ഒരു കല്യാണം പോയി അറ്റൻഡ് ചെയ്യുന്നു. അതേപോലെ മറ്റേ ബോംബെയിൽ ഒരു നോബൽ പ്രൈസിൻ്റെ എന്തോ ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു, ആ മീറ്റിങ്ങിൽ പോയിരിക്കുന്നു. ഇവിടെ തമിഴകത്തിൽ ഇത്രയും പ്രശ്നം നടക്കുന്നു. നാഷണൽ മീഡിയ മുഴുവൻ, കേരളത്തിൽ നിന്ന് വന്ന മീഡിയ മുഴുവൻ ഇവിടെ നിന്നിട്ട് തമ്പടിച്ചിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഗവർണർ ഇല്ലാതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിനുശേഷം വരുന്ന ഈ അനിശ്ചിതത്വം എല്ലാം ഗവർണറുടെ ക്രിയേഷനായിട്ടല്ലേ നമ്മൾ കാണാൻ കഴിയുന്നുള്ളൂ. പക്ഷേ ഇവിടെ ഒരു അസാധാരണമായ കാര്യമുണ്ട്. കാരണം കീഴ്വഴക്കങ്ങൾ ഇല്ലെങ്കിൽ പോലും ഒരു അസാധാരണമായ സംഭവം ഉണ്ടായിരിക്കുന്നു. മുഖ്യമന്ത്രി ആയിരുന്ന ആൾ രാജിവെക്കുന്നു. അതിനുശേഷം അദ്ദേഹം പറയുന്നു അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി രാജിവെപ്പിച്ചതാണ് എന്ന് പറയുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ബഹുഭൂരിപക്ഷം MLAമാരും കഴിഞ്ഞ 6-7 ദിവസമായി ഒരു സ്ഥലത്ത് തടങ്കലിലോ അല്ലെങ്കിൽ ഒരു നിശ്ചിതമായ കേന്ദ്രത്തിൽ അകപ്പെട്ടിരിക്കുന്നു. അവർക്ക് പുറത്തേക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല. അവരെ നിർബന്ധിതമായി തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്ന് മറുപക്ഷം ആരോപിക്കുകയും ചെയ്തു. ഇതൊന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തിലോ ഇന്ത്യയിലോ ഇതുവരെയും കേട്ടുകേൾവിയില്ല. അങ്ങനെ ഒരു കീഴ്വഴക്കവും അതുകൊണ്ടില്ല. ഇല്ല, അന്ന് പറഞ്ഞുകൂടാ. ഉത്തരാഖണ്ഡിലൊക്കെ നമ്മൾ മറ്റേ ഹെലികോപ്റ്ററല്ലേ MLAമാരെ കൊണ്ടുവരുന്നത്. അപ്പോൾ അരുണാചൽ പ്രദേശിൽ കുതിരക്കച്ചവടം നടത്താം, മറ്റേ ഉത്തരാഖണ്ഡിൽ നടത്താം, ബാക്കി എല്ലാവരുടെയും നടത്താം. തമിഴ്നാട്ടിൽ മാത്രം നടത്താൻ പറ്റില്ല പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഒരു സെപ്പറേറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലല്ലോ. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഗവർണർ വന്നിട്ട് 163(1) ആയാലും ശരി, 164(4) ആയാലും ശരി, 2001 ഏറ്റവും ഒരു താങ്കളുടെ വാദം അംഗീകരിക്കാം. പക്ഷേ മറ്റൊരു കാര്യം, ശശികലയാണ് ആദ്യം ഈ അവകാശവാദം ഉന്നയിച്ച് കത്ത് നൽകിയത്. ഇന്നലെ കോടതി വിധി വന്നതോടുകൂടി അവർ കുറ്റക്കാരിയായി, അവർ ശിക്ഷയ്ക്ക് വിധേയമാകുന്നു. അവരെ ആദ്യം തന്നെ ക്ഷണിച്ചിരുന്നു എങ്കിൽ വീണ്ടും ഈ അനിശ്ചിതത്വം ഉണ്ടായേനെ. ഇല്ല, അതിനുള്ള ചാൻസേ ഇല്ലല്ലോ. അതായത് മറ്റേ ഒരു ശശികലയെ സ്വെയറിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മറ്റേ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ അവർ ഒരാളെ നോമിനേറ്റ് ചെയ്താൽ മതി. ഇത് തന്നെയാണ് മറ്റേ 2001 നടന്നത് തന്നെയാണ്, 2015 നടന്നത് തന്നെയാണ്. അപ്പോൾ ജയലളിതയുടെ ആ ഡിസ്ക്വാളിഫിക്കേഷൻ വന്ന സമയത്തെല്ലാം പന്നീർശെൽവം എങ്ങനെയാണ് അതിൽ സാറ് പറഞ്ഞുകൊണ്ട്, രാധാകൃഷ്ണൻ സാർ പറഞ്ഞുകൊണ്ട് എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ഈ സുസ്ഥിര ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് ഗവർണറും അതല്ലെങ്കിൽ മറ്റുള്ള ഇതും ഭരണഘടനാപരമായ കാര്യങ്ങൾ പറയാൻ കാരണം മാറി മാറി ഒരു മുഖ്യമന്ത്രി ഒരാഴ്ച കൊണ്ട് വന്നാൽ ഒരുപാട് അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതായത് ഒരു മുഖ്യമന്ത്രി വരുന്നു, അദ്ദേഹത്തിന് ആവശ്യമുള്ള സ്റ്റാഫിനെ നിയമിക്കുന്നു, ഫയലുകൾ മൂവ് ആവുന്നു, വീണ്ടും ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഈ ശശികല ആയിരുന്നെങ്കിൽ ഇന്നത് രാജിവെച്ചാൽ ഇന്നലെ അത് രാജിവെച്ച് വീണ്ടും ഒരു പുതിയ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കേണ്ട ഒരു പ്രശ്നം ഉടലെടുക്കുമ്പോൾ വീണ്ടും അവിടെ ഭരണപരമായ ഒരുപാട് പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നുണ്ട്. അതങ്ങനെ ഗവർണറുടെ പ്രശ്നമായി മാറും. അതായത് നമ്മളിപ്പോൾ സുപ്രീം കോർട്ടിന്റെ ഗവർണർ അല്ലാതെ, ഞാൻ ചോദിക്കട്ടെ, ഗവർണർ അല്ലാതെ ശശികല മുഖ്യമന്ത്രിയാകാൻ സ്വാഭാവികമായി ഇതുവരെയുള്ള കീഴ്വഴക്കങ്ങൾ നിയമാനുസൃതമായി പ്രവർത്തിക്കുകയാണെങ്കിൽ ആരാണോ കൂടുതൽ മെജോറിറ്റി അവകാശപ്പെട്ട് കത്ത് നൽകുന്നത് അവരെ കോൾ ഫോർ ചെയ്തു, ആദ്യം അവരെ വിളിക്കുന്നു, അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു, അതിനുശേഷം ആണ് സഭയിൽ അംഗബലം തെളിയിക്കേണ്ടത്. അതെന്തുകൊണ്ട് ശശികലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ള ചോദ്യം ഉയർന്നപ്പോൾ
അതിൽ ഗവർണർക്ക് പറയാനുണ്ടായിരുന്ന ന്യായീകരണം സുപ്രീം കോടതിയിൽ അവരുമായി ബന്ധപ്പെട്ട കേസ് നിലനിൽക്കുന്നു എന്നതാണ്. അതോ കഴിഞ്ഞു, ആ അധ്യായം കഴിഞ്ഞു, എന്നിട്ടും വൈകുന്നു എങ്കിൽ എന്തുകൊണ്ട് ആ ഘട്ടത്തിൽ പോലും തീരുമാനം വൈകിപ്പിച്ചു? ഈ പ്രശ്നം അതാണ്. അതായത് നമ്മളിപ്പോൾ സുപ്രീം കോടതിയിൽ എന്ത് ഡിസിഷൻ വരും? അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ രാഷ്ട്രീയക്കാരുടെയും എല്ലാ കേസ് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം മുഖ്യമന്ത്രിയായി ഏറ്റാൽ മതിയോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമന്ത്രി പോലും ഒരു ആ പൊസിഷനിൽ ഇരിക്കാനുള്ള പ്രശ്നം വരും. ആർക്കെ പറയുന്നത് ശശികലയെ പോലും സത്യപ്രതിജ്ഞ ചെയ്യിക്കാതിരുന്നത് ഗവർണർ ഭാഗത്തുള്ള തെറ്റായി പോയി? നിശ്ചയമായും തെറ്റാണ്. അപ്പോൾ എം കെ ഗോവിന്ദൻ യോജിക്കുന്നുണ്ടോ? തെറ്റ് തന്നെയാണ്. ഗവർണർ പണി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ എലക്റ്റഡ് MLAs വന്നു കഴിഞ്ഞാൽ അവർ ലീഡർ ഓഫ് ദ പാർട്ടി എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ വന്നിട്ട് സ്വയം ചെയ്യുന്നതാണ് ഗവർണറുടെ ജോലി. അല്ലാണ്ട് അയാൾ ക്രിമിനൽ ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ അതൊക്കെ ഡിസ്ക്വാളിഫിക്കേഷൻ ചെയ്യേണ്ടതൊക്കെ അവർ ഇലക്ഷനിൽ മുമ്പ് അവർ നിയമത്തിന്റെ ഭാഗമായി അത് പറയുന്നുണ്ട്. ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, കേസിന്റെ അകപ്പെട്ടിട്ടുള്ള ആളുകൾക്കടക്കം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഭരണപരമായി മോർ ദാൻ 2 years കൺവിക്ഷൻ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ. അല്ല, പക്ഷേ അതിന് പ്രശ്നം അതാണ്. അതായത് ശശികല ഒരു അക്വിറ്റഡ് കക്ഷിയാണ്. അത് കർണാടക ഹൈക്കോടതി അവരെ വിട്ടയച്ചു. ഇന്നലെ വരെ വിട്ടയച്ചു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ കർണാടകയാണ് അപ്പീലിന് പോകുന്നത്. അപ്പോൾ ഒരു കൺവിക്റ്റിനെ അല്ല നമ്മൾ കൊണ്ടുവരുന്നത്. അതായത് ശശികലയിലൂടെ അപ്പീലല്ല. അപ്പോൾ ശശികല ഈസ് ഓൾവേസ് ക്വാളിഫൈഡ്. ആ ഒരു സിറ്റുവേഷനിലാണ് ഗവർണർ ഒരു തീരുമാനമെടുക്കാതെ. ഈ ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം നമുക്ക് അൻവറിൽ ആ വിഷയത്തിൽ ചർച്ച അവസാനിപ്പിക്കാം. ഒന്ന്, ഗവർണർ എടുത്ത നിലപാട് ശരിയാണോ ശരിയല്ല എന്നാണ് അഡ്വക്കേറ്റ് എം കെ ഗോവിന്ദനും ആർക്കെയും പറയുന്നത്, താങ്കളും പറയുന്നത്. പക്ഷേ ആ തീരുമാനം എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതും ഒരു കീഴ്വഴക്കമാവുകയാണ്. ഒരു പക്ഷേ അഴിമതി കേസ് 3, 4, 5 ദിവസത്തിനകം പരിഗണിക്കാതിരിക്കുന്ന ആ പശ്ചാത്തലത്തിൽ ഈ ഒരു 6-7 ദിവസം അത് വൈകിപ്പിച്ചു എന്നുകൊണ്ട് കാര്യമായി ഒന്നും സംഭവിച്ചില്ല എന്ന് പറയുന്നവർ ഉണ്ടാകാം. താങ്കൾ തീർച്ചയായും. അതായത് നമ്മൾ ഇവിടെ നോക്കേണ്ടത് 6 ദിവസം കൊണ്ട് ഇവിടെ ഒരു പക്ഷേ പോളിസി മേക്കിംഗ് ഒരു ഡിസ്റ്റർബൻസ് വന്നിട്ടുണ്ടാവാം. പക്ഷേ അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ സുസ്ഥിര ഭരണം, വേറൊന്ന് തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആശയം എന്താണ്, ആഗ്രഹം എന്താണ്, അതും കൂടി നമ്മൾ നോക്കണം. അതായത് ഇതൊരു വലിയൊരു മെസ്സേജാണ് സുപ്രീം കോടതി കൊടുത്തിരിക്കുന്നത്. ഇന്നലത്തെ നിങ്ങൾ നോക്കൂ, എല്ലാ രാഷ്ട്രീയ കക്ഷികളും എല്ലാ നേതാക്കന്മാരും നിയമജ്ഞരും പറഞ്ഞത് എന്താണ്? ഇതൊരു ചൂണ്ടുപലകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇതൊരു വലിയൊരു ചൂണ്ടുപലകയാണ് രാഷ്ട്രീയത്തിൽ പൊതുപ്രവർത്തകർക്ക്. ഇനി അങ്ങോട്ട് എത്രത്തോളം നല്ല രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം, എങ്ങനെ അവർ ശുദ്ധമായിരിക്കണം എന്നുള്ള. അങ്ങനെ വരുമ്പോൾ ഗവർണറുടെ നിലപാട് സ്വാഗതം ചെയ്യേണ്ടതാണ് ഇതുവരെയുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അതൊക്കെ വേറെ തരത്തിൽ, അത് വേറൊരു അതിൻ്റെ 50% മാറ്റി വെക്കാം. ബാക്കി അദ്ദേഹം ചെയ്തത് എല്ലാം തന്നെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്ന് രാത്രിയോടെയോ അല്ലെങ്കിൽ നാളെയോടെയോ തീർച്ചയായും ഒരു ഡിസിഷനിലേക്ക് ഗവർണർ വരുമെന്നാണ് ഞാൻ തീർച്ചയായും പ്രതീക്ഷിക്കുന്നത്. അത് ഉണ്ടാവും. ഒരു പക്ഷേ എടപ്പാടി പളനിസ്വാമിയെയോ ആണ് അദ്ദേഹം ക്ഷണിക്കേണ്ടത്. അവർ ലെറ്റർ കൊടുത്തിട്ടുണ്ട് MLA-മാരുടെ സമ്മതപത്രത്തോടെ. അത് ഫ്ലോർ ടെസ്റ്റ് ചെയ്തിട്ട് ഇത് ശരിയാണോ, ഇവരുടെ സൈനുകളും ഒപ്പുകളും ഒക്കെ ശരിയാണോ എന്നുള്ളത് തീരുമാനിക്കുക. അത് നിയമസഭ അത് കാണേണ്ടതാണ്. അതിൽ നിന്നും ആർക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യം, ശശികല വേഴ്സസ് പനീർശെൽവം എന്ന ആ ആഭ്യന്തര കലാപം അത് ഇപ്പോൾ എടപ്പാടി പളനിസ്വാമി വേഴ്സസ് പനീർശെൽവത്തിലേക്ക് മാറുകയാണ്. ഇതിൻ്റെ ക്ലൈമാക്സ് എന്താണ്? ആരായിരിക്കും അന്തിമ വിജയത്തിലേക്ക് എത്തുക? ഇപ്പോൾ ഇന്നലെ രാത്രി വരെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അപ്പർ ഹാൻഡ് എന്ന് പറയുന്നത് നിശ്ചയമായും ശശികലയ്ക്കായിരുന്നു. കാരണം MLAs എല്ലാം ശശികലയുടെ കൂടെയാണ്. അപ്പോൾ ഒരു ഫ്ലോർ ടെസ്റ്റ് നടന്നു കഴിഞ്ഞാൽ നിശ്ചയമായും അവരെ ചൂണ്ടിക്കാണിക്കണോ, അതായത് എടപ്പാടി പളനിസ്വാമി ആയാലും ശരി, ചെങ്കോട്ടയിലായാലും ശരി, ആര് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആവുന്നോ അവരായിരിക്കും വിജയിക്കുന്നത് എന്നത് ഇതിൽ തർക്കമേ ഇല്ല. പക്ഷേ ഇന്ന് രാവിലെ വന്ന ഈ നീക്കം TTV ദിനകരനെ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയായി നിയമിച്ചതോടുകൂടി പാർട്ടിയിൽ ഒരു അങ്കലാപ്പ് വന്നിട്ടുണ്ട്. പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുണ്ട്. കാരണം TTV ദിനകരൻ ഉൾപ്പെടെയുള്ള 13 ഫാമിലി മെമ്പേഴ്സിനെയാണ് ജയലളിത കക്ഷിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ശശികലയും ആ സമയത്ത് പുറത്തായിരുന്നു 2011 അവസാന ഘട്ടത്തിൽ. പക്ഷേ ശശികല ലെറ്റർ എഴുതാണ് ജയലളിതയ്ക്ക്, ഇതുപോലെ ഇങ്ങനെ ബാംഗ്ലൂരിൽ ഇവർ കോൺസ്പിറസി ചെയ്തു, അതായത് നിങ്ങളെ മുഖ്യമന്ത്രി പദത്തിൽ നിന്നും ഇറക്കാനുള്ള ഒരു കോൺസ്പിറസിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായി ഞാൻ അറിയുന്നു. പക്ഷേ എനിക്കതിൽ പങ്കൊന്നുമില്ല. ഈ ആളുകളുടെ കൂടെ ഞാൻ ഒരു തുടർബും വെച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ശശികല ലെറ്റർ എഴുതുന്നത്. അപ്പോൾ അത്രയും ഒരു അപ്പോളജി കഴിഞ്ഞിട്ടാണ് ഇവർ ഉള്ളു വരുന്നത്. അപ്പോൾ ജയലളിതയുടെ സ്വാഭാവികമായും ദിനകരനെയും ഒപ്പം തന്നെ ഡോക്ടർ വെങ്കടേഷിനെയും തിരിച്ച് പാർട്ടിയിലെടുത്തതും അവർക്ക് ഉന്നതമായ സ്ഥാനമാനങ്ങൾ, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി അടക്കമുള്ള സ്ഥാനമാനങ്ങൾ നൽകിയതിൽ അമർഷമുണ്ടാകാം, വിമർശനമുണ്ടാകാം. പക്ഷേ അതിനുശേഷവും മണിക്കൂറുകൾക്ക് ശേഷവും ആ കാര്യമായ പ്രതികരണം, അമർഷങ്ങളോ പ്രതിഷേധങ്ങളോ പുറത്തേക്ക് വരുന്നില്ല. കുപ്പുസ്വാമി രാജിവെച്ചു എന്നത് ഒഴിച്ചാൽ. അല്ല, അതിപ്പോൾ വരും. അതായത് 1-2 ദിവസങ്ങൾക്കുള്ള ആ പ്രശ്നങ്ങൾ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോഴും ഈ MLAs എല്ലാം അവിടെ തന്നെയാണ് ഉള്ളത്.
കറുപ്പസ്വാമി, എം കെ ഗോവിന്ദൻ, ഇവിടെ ശശികല തന്ത്രപരമായ നീക്കമായി തന്നെ കാണേണ്ടതില്ലേ? അദ്ദേഹത്തിൻ്റെ അവരുടെ അനന്തരവനെ സ്വാഭാവികമായും പദവിയിലേക്ക് ഉയർത്തിയത്. അവർ ജയിലിലേക്ക് പോവുകയാണ്. ഇവിടെ സജീവമായി ഇടപെടാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതുവരെ വർഷങ്ങളായി വിശ്വസ്തനായിരുന്ന പനീർശെൽവം വളരെ പെട്ടെന്ന് എതിർ ശബ്ദമുയർത്തുന്നു, എതിർ ചേരിയിൽ ചെല്ലുന്നു, ശക്തമായി ആക്രമണം അയച്ചുവിടുന്നു. അതുകൊണ്ട് ഇനിയും മറ്റുള്ള നേതാക്കളെ വിശ്വസിക്കുക അവരുടെ അനുഭവ പശ്ചാത്തലത്തിൽ അത് സാധ്യമല്ലല്ലോ. അല്ല, പോളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നിരന്തരമല്ല. ഇന്ന് വിശ്വാസമായിരിക്കും, നാളെ അവന് എതിരെയാവും. ഇത് പോളിറ്റിക്സിൽ ഏത് പാർട്ടിയാണെങ്കിലും ഉണ്ടാവും. ഇവിടെ ശശികല മാഡം ജയലളിതയുടെ കൂടെ 88 തൊട്ട് ഇരുന്നിട്ട് കൂടെ ഫുള്ളായിട്ടിരുന്ന അവർ ഹോൾ ഫാമിലി തന്നെയാണ് ഈ ബിഹൈൻഡ് ദ സീന് ഇന്നത്തെ ജയലളിതയുടെ കേസിൽ കൺവിക്ഷൻ വരാനും ഇവർ തന്നെയാണ് കാരണം. ഇവരാണ് ഫുള്ളായിട്ട് ഹോൾ ഫാമിലി വീട്ടിൻ്റെ അത് കയറി ഇരുന്നിട്ടും അവിടെ ഇരുന്ന് എല്ലാം. അല്ല, അങ്ങനെയാണെങ്കിൽ ദിനകരനെ പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തേക്ക് എത്തിച്ചതുകൊണ്ട് അത് ശശികല പക്ഷത്തിൽ വലിയ തിരിച്ചടി പ്രവർത്തകർക്കിടയിൽ, നേതാക്കൾക്കിടയിൽ ഉണ്ടാകുമെന്നാണ് ആർക്കയുടെ നിരീക്ഷണം. അത് തീർച്ചയായിട്ടും പാർട്ടിയിൽ അതൊരു വലിയൊരു അടി തന്നെയായിരിക്കും. പക്ഷെ അത് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ പ്രതിഫലിക്കുമോ? ഈ MLA-മാരുടെ നിലവാരം അടക്കം ഉണ്ടാകുമോ? MLAs-നെ അവിടുന്ന് വിട്ടുകഴിഞ്ഞാൽ, ഈ ഗോൾഡൻ ബേ റിസോർട്ട്സിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ നിശ്ചയമായും ഒരു പ്രതിഫലനം ഉണ്ടാവും. ഞാൻ വിചാരിക്കുന്നു ഭൂരിഭാഗം MLA-മാരും ഒ പനീർശെൽവത്തിന്റെ കൂടെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അൻവർ, എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? MLA-മാർ നിർബന്ധിതമായി തടങ്കലിലാണ് എന്നും MLA-മാർ അതുമായി ബന്ധപ്പെട്ട കേസടക്കം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് SP അടക്കം അവിടെ പരിശോധന നടത്തുകയും നിർബന്ധിതമായി MLA-മാരോട് പോകണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അത് സാധ്യമാകുന്നില്ല. ഈ സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും നിയമ സംവിധാനങ്ങളെയും എല്ലാം വെല്ലുവിളിച്ചും എങ്ങനെ കഴിയുന്നു MLA-മാരെ അവിടെ പാർപ്പിക്കാൻ? ഇത് വളരെ ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ജനാധിപത്യം എത്രത്തോളം മരിച്ചു പോകുന്നു, അല്ലെങ്കിൽ അത് വളരെ അതിൻ്റെ നാശത്തിലേക്ക് പോകുന്നു. ജനങ്ങളൊക്കെ വിഡ്ഢികളാക്കിക്കൊണ്ട് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ, അവരെ നിയന്ത്രിക്കുന്ന മന്ത്രിമാർ എല്ലാം തന്നെ സർക്കാർ ചെലവിൽ അവരുടെ വണ്ടി എടുത്തുകൊണ്ട് കൂവത്തൂർ വരെയൊക്കെ ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക, അവിടെ താമസിച്ച് സുഖിക്കുക, പാട്ട് പാടുക, ആടുക, ഇതൊക്കെയല്ലേ അവിടെ നടക്കുന്നത്. എന്താണ് ഇവിടെ? പക്ഷേ പോലീസിന് എല്ലാത്തിനും ഒരു പരിമിതിയുണ്ട്. പോലീസ് വേണമെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷേ പോലീസിനും ഒരു പരിമിതി എവിടെയാണെന്ന് പറഞ്ഞാൽ ഒരു ക്രമസമാധാന പ്രശ്നമാണ് അവർ നോക്കുന്നത്. അവിടെ നിൽക്കുന്നത് മന്ത്രിമാരാണ്, അവിടെ ഉള്ളത് MLA-മാരാണ്. ഇവരൊക്കെ കൈവച്ചാൽ ഇവരുടെ അവസ്ഥ എന്താ? ഇന്ന് പോലീസുകാർ ഇട്ടിരിക്കുന്ന തൊപ്പിയും അവൻ്റെ യൂണിഫോമും നാളെ ഉണ്ടാവും ഇതേ ആൾക്കാർ തിരിച്ചു വന്നാൽ അവരും അങ്ങനെ ഒരു കാര്യങ്ങൾ ഇതിൽ വളരെ ഇതിൽ ബിഹൈൻഡ് ദി സ്റ്റോറി എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ ആര് വരും, എങ്ങനെ വരും, ഇവരും നോക്കിക്കാണുകയാണ്. അപ്പോൾ ഈ നാളെ ഇതേ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയായി കഴിഞ്ഞ് എന്തൊക്കെ തരത്തിലുള്ള ഇനി മൂവ്മെൻറ്റ്സ് ആണ് നടത്താൻ പോകുന്നത്? ഈ പന്നീർസെൽവത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും, അല്ലെങ്കിൽ പാണ്ഡ്യരാജിൻ്റെ അവസ്ഥ നിങ്ങൾ നോക്കിക്കാണ്. അല്ല, ആർക്കെ പറഞ്ഞൊരു വാദം വളരെ വ്യക്തമാണ്. പളനിസ്വാമിക്ക് പിന്തുണ അർപ്പിക്കാൻ വേണ്ടിയാണ് അവിടെ MLA-മാരെ റിസോർട്ടിൽ താമസിപ്പിച്ചിരിക്കുന്നത്. റിസോർട്ടിൽ നിന്ന് പുറത്തു വന്നാൽ അവരുടെ നിലപാട് മാറ്റം സ്വാഭാവികമായും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നിലവിലുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അവിടെ പാർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് വിട്ടുകിട്ടണമെന്ന്, റിലീസ് ചെയ്യണമെന്ന ആവശ്യം പനീർശെൽവം വെക്കുന്നത്. ഇവിടെ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആരാണ്? ഈ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് പന്നീർശെൽവം തന്നെയാണ്. പന്നീർശെൽവത്തിന്റെ ഓർഡേഴ്സിനെ പോലീസ് ഇപ്പോൾ കാവൽ മുഖ്യമന്ത്രി ആണ്, അദ്ദേഹം തന്നെ ഒരു കക്ഷിക്കാരനുമാണ് ഈ പ്രശ്നത്തിൽ. ആ ഘട്ടത്തിൽ അദ്ദേഹത്തിന് എങ്ങനെ ആക്ട് ചെയ്യാൻ കഴിയും? അല്ല, ഇപ്പോൾ പോലീസിന് ഒരു ഡയറക്ഷൻ കൊടുത്താൽ മതി, അവരെ അവിടുന്ന് ഒഴിപ്പിക്കണം എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുത്താൽ മതി. അത് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ പോലീസ് അത് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ 144 പ്രൊമൾഗേറ്റ് ചെയ്തു. 144 എവിടെ പ്രൊമൾഗേറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ബേ റിസോർട്ട്സിന്റെ എല്ലാ അരികാമയിൽ. അപ്പോൾ വേറെ ആരും അവിടെ പോകാൻ പറ്റില്ല. അപ്പൊ 4 പേർക്ക് കൂടുതൽ അവിടെ ആരും പോയി നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇത് പോലീസിന് ഇപ്പൊ അൻവർ പറഞ്ഞ അതേ പരിമിതിയുണ്ട്. ആരാണ് അധികാരത്തിൽ വരാൻ പോകുക എന്ന ആശങ്കയുണ്ട്. പോലീസ് എന്തിനാണ് ആക്റ്റീവായിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് ആക്റ്റീവായിട്ട് ഒരു ഫാക്ഷനെ സപ്പോർട്ട് ചെയ്യുകയാണ് പോലീസ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ 144 അവിടെ നിലവിലിരിക്കെ ആരും അവിടെ പോകാൻ പറ്റില്ല. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം അവിടെ. അപ്പോൾ 144 ഇട്ടിട്ട് ഈ MLA-സിനെ എല്ലാം പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശശികലയുടെ പക്ഷത്താണ് ഇന്ന് പോലീസ്. അത് DGP ആയാലും കമ്മീഷണർ ഓഫ് പോലീസ് ആയാലും ഇന്നത്തെ നിലവിൽ അവരെങ്ങനെ അപ്പോയിന്റ് ചെയ്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ശശികല വഴി ജയിലിൽ പോയിട്ടും ശശികല മേഡത്തിന്റെ സൈഡിലാണ് പോലീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് എങ്ങനെ ശശികലയുടെ പേരിലും വന്നിട്ട് ഇത് എടപ്പാടി പഴനിസ്വാമിയുടെ പേരിലും FIR രജിസ്റ്ററോ? അത് ഇന്ന് അപ്പം അല്ല, ഇന്നത്തെ ദിവസം അല്ല. പോലീസ് ഇന്ന് അവരുടെ സൈഡിലല്ല. ഇല്ലെങ്കിൽ കാണുന്നുണ്ട്. അതായത് ഒരുപാട് പ്രോസ്പെക്റ്റീവ് CM-ന്റെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നു പറഞ്ഞാൽ അപ്പോൾ ശശികലയുടെ കൂടെ പോലീസ് ഇല്ല എന്നുള്ളത് തെളിവായില്ല.
അത് ഇന്നാണ്, ഒരാഴ്ച മുമ്പാണ് ഈ ഒരു സ്ത്രീ വന്നത്, ഒരു MLA-യുടെ വൈഫ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് വി ആർ ഡിസ്കസിങ് വാട്ട് ഇസ് ടുഡേ. ഒരു 1 വീക്കായിട്ട് ഈ സ്ത്രീ വന്നിട്ട് മറ്റേ MLA-യുടെ വൈഫ് കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനായിട്ട് കയറി ഇറങ്ങുകയാണ്. എന്നിട്ട് അവസാനം ഇന്നാണ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒരാഴ്ചയായി EMR. MK ഗോവിന്ദൻ, ഇവിടെ ശശികലയുടെ രാഷ്ട്രീയ ഭാവി, അവർ ഈ കേസുമായി ബന്ധപ്പെട്ട് 2ാം തവണയാണ് ജയിലിലേക്ക് പോകുന്നത്. വളരെ ചുരുങ്ങിയ കാലയളവിൽ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട്. അന്ന് ജയലളിതയുടെ സംരക്ഷണമുണ്ട്, ജയലളിതയുടെ വ്യക്തിപ്രഭാവമുണ്ട്. അത്തരത്തിലൊരു വ്യക്തിപ്രഭാവമോ മറ്റേതെങ്കിലും തരത്തിലുള്ള സ്വാധീനമോ ഒന്നുമില്ലാത്ത ഒരു സ്ത്രീക്ക് ഇനി AIADMK-യിൽ അധികകാലം വാഴാൻ കഴിയുമോ? തലപ്പത്ത് ജയിലിൽ കിടന്നുകൊണ്ട് അധികാരശക്തിയായി പാർട്ടിയിൽ നിലനിൽക്കാൻ കഴിയുമോ? ശശികലയെ സംബന്ധിച്ചോളം ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലിയാണ് ഫുള്ളായിട്ടും പാർട്ടിയെ നടത്തണമെന്നും ഞങ്ങളാണ് പാർട്ടി അന്നും നടത്തിയെന്നും ഇനിയും നടത്തുമെന്നും അവർ പറയുന്നുണ്ട്. ഇതാണ് സത്യം. അല്ലാണ്ട് ശശികല അല്ല അവിടെ പാർട്ടി നടത്തണം. അതിൻ്റെ ഒരു ലോബിയുണ്ട്. അദ്ദേഹത്തിൻ്റെ ശശികല മാഡത്തിൻ്റെ ഹസ്ബൻഡ് നടരാജനും ബ്രദർ ദിവാകരനും ഈ TTV ദിനകരനും ഡോക്ടർ വെങ്കടേഷും അങ്ങനെ കുറേ പേര്, ഒരു വലിയ ലോബിയാണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ശശികല മാഡം ഇന്ന് ജയിലിൻ്റെ അകത്ത് പോയാലും എലവർഷ സുധാകരൻ പോയാലും ആ ലോബി തന്നെയാണ് ഇവിടെ ഇത്രയും ആൾക്കാരെ അവിടെ വെച്ചിരിക്കുന്നത്. അവിടുന്ന് അനങ്ങാൻ വിടാണ്ട് കൂവത്തൂരിൽ ഇത്രയും MLA-മാരെ സേഫ് ഗാർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോഴുള്ള ഗവൺമെൻറ്, നിലവിലുള്ള ഗവൺമെൻറ്, കെയർ ടേക്കർ ഗവൺമെൻറ് ആണെങ്കിലും അവരൊക്കെ ഐസൊലേറ്റ് ചെയ്താലേ ഈ പ്രശ്നം തീരും. ഈ ശശികല ജയിലിലായാലും അവരുടെ കുടുംബക്കാർ, സ്വന്തക്കാർ, അതുമായി ബന്ധപ്പെട്ട മാഫിയ അല്ലെങ്കിൽ ആ വൃന്ദങ്ങൾ അവർ തന്നെയാണ് പാർട്ടിയെയും ഒപ്പം തന്നെ ഈ കേന്ദ്രങ്ങളെയും നിയന്ത്രിക്കാൻ പോകുന്നത് എന്നാണ് അഡ്വക്കേറ്റ് പറഞ്ഞത്. അങ്ങനെ നിയന്ത്രിക്കാൻ കഴിയുമോ ഇനി അവർക്ക്? കാരണം അവർ ഇവിടെ ഉള്ളപ്പോൾ തന്നെ പനീർശെൽവം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ കണ്ട ഏറ്റവും വിധേയത്വമുള്ള ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച വരെ. അതെ. അതിനുശേഷം പനീർശെൽവം പോലും ഇത്തരം നിലപാട് സ്വീകരിച്ചപ്പോൾ ഇനി അകത്ത് കിടക്കുന്ന ശശികലയെ, അവരുടെ ആജ്ഞകളെ, അവരുടെ നിർദ്ദേശങ്ങളെ അത് ഈ കുടുംബാംഗങ്ങൾ വഴി, ദിനകരൻ വഴിയോ ആരായാലും അവർ വഴി നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ, താഴെക്കട്ടിലുള്ള നേതാക്കൾ, പ്രവർത്തകർ അംഗീകരിക്കുമെന്ന് ഒരാഴ്ച വരെ, 1 മാസം വരെ, അല്ലെങ്കിൽ ഒരു 6 മാസം വരെ ഇത് നടക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ ഫാമിലി, സാറ് പറഞ്ഞ പോലെ ഈ ഫാമിലി എല്ലാം കൊണ്ടുവന്ന് ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ഈ MLAs എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ അതിന് ശേഷം നിങ്ങൾ നോക്കണം, ജയലളിത വന്നിട്ട് ഏകദേശം ഒരു 8 കൊല്ലത്തിന് ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു 8 കൊല്ലത്തിന് ശേഷമാണ് ആദ്യമായിട്ട് ജയിലിൽ പോകുന്നത്. 96 ഡിസംബറിലാണ് ജയിലിൽ പോകുന്നത്. അപ്പോൾ അതിന് ഉള്ളിൽ ജയലളിത കംപ്ലീറ്റ് പാർട്ടിയുടെ കയ്യിലെടുത്ത് കഴിഞ്ഞു. ആ 2ാം നിരയുള്ള ലീഡർഷിപ്പിനെ കംപ്ലീറ്റ് വൈപ്പ് ഔട്ട് ചെയ്തു. അതായത് ആരെങ്കിലും തന്നെ ചാലഞ്ച് ചെയ്യാൻ നിന്നാൽ അവരെല്ലാം വൈപ്പ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ജയലളിതയ്ക്ക് ആ കൺട്രോൾ വരും. ശശികലയ്ക്ക് ഒരു ഒഫീഷ്യലായിട്ട് അവർ പാർട്ടി എടുക്കുന്നത് ഡിസംബർ 29 അതിൻ്റെ മുമ്പ് ഉണ്ടായിരിക്കാം, ഒരു കൊല്ലം വരെ എല്ലാം അവർ പാർട്ടി നടത്തിയിരിക്കാം. പക്ഷേ ഒരു കൊല്ലം ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളും, പക്ഷേ അവർ ആരും പർജ് ചെയ്തിട്ടില്ല, ആരും എടുത്തു കളഞ്ഞിട്ടില്ല. അപ്പോൾ ബാക്കിയുള്ള ഇപ്പോൾ ചെങ്കോട്ടയിൽ പോലുള്ള ആൾക്കാർക്കെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സിറ്റുവേഷനിൽ നിശ്ചയമായും ശശികലയെ കൊണ്ട് ഈ പാർട്ടിയെ നിലനിർത്താൻ കഴിയില്ല. ദിസ് ഇസ് ദ സ്റ്റാർട്ടിംഗ് ഓഫ് ഇംപ്ലോഷൻ ഓഫ് AIADMK. തമ്പിദുരയുണ്ട്, അങ്ങനെയുള്ള മുതിർന്ന നേതാക്കളുണ്ട്, MLA-മാരുണ്ട്. ഇപ്പോൾ എടപ്പാടി പളനിസ്വാമിക്ക് സ്വാഭാവികമായും അവരോടൊരു ഒരു ബാധ്യത വരികയാണ്. കാരണം അവർക്ക് ശേഷം ഉയർത്തിക്കാട്ടിയ നേതാവ് എന്ന നിലയിൽ അങ്ങനെ ഒരു ഭരണം ലഭ്യമാണ് എങ്കിൽ ശശികലയും എടപ്പാടി പളനിസ്വാമിയും തമ്മിൽ നല്ല ഒരു കെമിസ്ട്രിയിൽ മുന്നോട്ട് പോകുകയാണെങ്കിൽ ആ അധികാരം ജയിലിൽ കിടന്നും അത് പ്രവർത്തിപ്പിക്കാൻ അവർക്ക് കഴിയുമോ അൻവർ? എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ പറയാം, ഇവരൊക്കെ പറഞ്ഞ പോലെ TTV ദിനകരൻ്റെ ഇൻക്ലൂഷനോട് കൂടി പാർട്ടിയിൽ വേറൊരു കലാപനത്തിലുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട്. കാരണം ഒരു കുടുംബ ഭരണമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് വ്യക്തമായി കഴിഞ്ഞു. അല്ലാതെ ഇവർ ജയിലിൽ പോകുമ്പം എൻ്റെ ഒരു നോമിനിയായി ഒരു പ്രോക്സിയെ ഏൽപ്പിച്ചുകൊണ്ട് പാർട്ടി ഇവരാണ് നടത്തത്, എൻ്റെ ചൊൽപ്പടിക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ നടത്തണമെന്നാണ് പറയുന്നത്. അങ്ങനെ പോകുമ്പോൾ ഏതാണ്ട് ഈ തമിഴ്നാടിൻ്റെ പോക്ക് കാണുമ്പോൾ ഇനിയൊരു വളരെ വിദൂരമല്ലാത്ത ഒരു ദിശയിലേക്ക് പോകുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും വീണ്ടും ഒരു സുസ്ഥിരമല്ലാത്ത ഒരു ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് പിരിഞ്ഞു പോകുന്നൊരവസ്ഥയും ഒരു തെരഞ്ഞെടുപ്പിലേക്കാണ് തമിഴ്നാടിൻ്റെ പോക്ക്. എന്ത് തന്നെ പറഞ്ഞാലും AIADMK എന്ന പാർട്ടിയെ സംബന്ധിച്ചോളം വളരെ മോശമായ ഒരു ഇതാണ്. ഇതുവഴി DMK എന്ന പാർട്ടി നല്ലൊരു വളരെ ഒരു ആവറേജിൽ നിന്നിരുന്ന പാർട്ടി ഇന്ന് നല്ലൊരു പൊസിഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. DMK-യുടെ ഇടപെടൽ, DMK-യുടെ താല്പര്യങ്ങൾ, രാഷ്ട്രീയമായ കരുനീക്കങ്ങൾ, അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ അവിടെ വ്യക്തമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. സർക്കാരിനെ അട്ടിമറിക്കാനില്ല എന്ന് മാത്രമാണ് MK സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ഒരു കഴുകൻ കണ്ണോടുകൂടി കാത്തിരിക്കുകയായിരിക്കും DMK-ക്ക് എത്രത്തോളം ഗുണകരമാണ് ഇപ്പോഴത്തെ AIADMK-യിലെ അന്തചിത്രങ്ങൾ? നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറേ പാർലമെൻറ്റ് ഇലക്ഷനാവട്ടെ, അസംബ്ലി ഇലക്ഷനാവട്ടെ, അവിടെ 4 ടെസ്റ്റൊക്കെ വെക്കുന്ന സമയത്ത് കുറേ പേര് അബ്സ്റ്റെയിൻ ചെയ്യും.
DMK അവിടെ ഫുൾ ഓഫ് ടെസ്റ്റിനോട് പോവുകയില്ല. പോയാലേ പന്നീർസെൽവത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരാൻ പോണ. ആ ചീത്ത പേര് അവർക്കും വരില്ല. ഇയാളും പറഞ്ഞിട്ടുണ്ട് എനിക്ക് DMKയുടെ സപ്പോർട്ട് വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സോ ദേ മേഡ് അബ്സ്റ്റെയിൻ ഓർ ദേ മേഡ് ഗോ ടു ഗിവ് എ ഷോക്ക് ട്രീറ്റ്മെൻറ്റ്. ആർക്കെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട 89 അംഗങ്ങളുണ്ട്. 117 മതി കേവല ഭൂരിപക്ഷത്തിന്. 118. അപ്പോൾ അല്ല, ജയലളിത ഇല്ലാത്തതുകൊണ്ട് എന്നതല്ല എൻ്റെ കണക്ക്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ 89 നിന്നും 117 അകലം അത്ര വിദൂരമല്ല. പക്ഷേ ഈ DMKയും പന്നീർസെൽവത്തിനും ഒരുമിച്ച് പോകാൻ കഴിയുമോ? അത് ആ പ്രവർത്തകർ അവരുടെ വീരത്തെ തകർക്കുന്നതല്ലേ, അവർക്കൊപ്പം നിൽക്കുന്നത്? അത് എത്രത്തോളം ഭയങ്കര ടെംപ്റ്റിംഗ് ആണ് ആ ഒരു പോസിബിലിറ്റി. 89 അല്ല, മറ്റേ കോൺഗ്രസ്സുകാർ കൂടി ചേർത്ത് കഴിഞ്ഞാൽ 98 അപ്പോൾ 98 നിന്ന് 118 ഡിസ്റ്റൻസ് ആണ്. 20 MLAs മാത്രം മതി. ഇത് വളരെ, അതായത് ഒരു കരുണാനിധി എങ്ങനെ ഹാൻഡിൽ ചെയ്തിരിക്കും ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഞാൻ നിശ്ചയമായും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ കരുണാനിധി നിശ്ചയമായും ഒരു ഇലക്ഷനാണ് പ്രിഫർ ചെയ്യുക. കാരണം ആ സെക്കൻഡ് സ്പോട്ട് ഇപ്പോൾ വേക്കൻ്റായി കിടക്കുകയാണ്. ഇപ്പോൾ ADMKയിലെ ഈ പ്രശ്നങ്ങളെല്ലാം കാരണം ആ സെക്കൻഡ് സ്പോട്ടിലേക്ക് വരാൻ BJP എത്ര പ്രയത്നിച്ചാലും കോൺഗ്രസ് ഇപ്പോൾ ഒരു ഡമ്മി ഫോഴ്സ് ആയിട്ടാണ് തമിഴ്നാട്ടിലുള്ളത്. ബാക്കി എല്ലാ കക്ഷികളിലും പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ PMK പാട്ടാളി മക്കൾ കക്ഷി എടുത്താലും ശരി, MDMK എടുത്താലും ശരി, DMDK ഈ എല്ലാ കക്ഷികളും ആ ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് ADMK വെക്കേറ്റ് ചെയ്യുന്ന ആ സ്പേസിലേക്ക് വരാൻ ഒരു കെൽപ്പില്ലാത്ത ഒരു പാർട്ടിയായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിശ്ചയമായും DMK നിന്ന് കഴിഞ്ഞാൽ വൻ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചു വരും. അപ്പോൾ നിശ്ചയമായും DMKക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒരു ഇലക്ഷൻ വന്നാൽ മാത്രമാണ്. പക്ഷേ ഈ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, ഈ ഒരു 20 MLAമാരെ എവിടെന്നെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 കൊല്ലം അല്ല, ഇപ്പോൾ പന്നീർസെൽവം വിഭാഗത്തിന് അല്ലെങ്കിൽ പന്നീർസെൽവത്തിന് പ്രവർത്തകർക്കിടയിൽ നേതാക്കൾക്കിടയിൽ ഉണ്ട് എന്ന് പറയുന്ന മേൽക്കൈ, അത് DMKയുമായി ഒരു ചങ്ങാത്തം ഉണ്ടാക്കിയാൽ, ശശികലയുടെ മുഖ്യ ആരോപണം DMKയ്ക്കൊപ്പം ചേർന്ന് പാർട്ടിയെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവർ കാലാകാലങ്ങളായി അവരുടെ ബദ്ധ ശത്രുക്കളാണ് DMK. ആ ചേരിയിലേക്ക് പോകാൻ അവർ കൂട്ടാക്കുമോ? ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 20 MLAമാരെടുത്താൽ തീർച്ചയായും DMKയുടെ സപ്പോർട്ടില്ലാതെ പന്നീർസെൽവത്തിന് മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല. അപ്പോൾ അവിടെ തന്നെ ഒരു പന്നീർസെൽവത്തെ സംബന്ധിച്ചിടത്തോളം DMKയുടെ സപ്പോർട്ട് എടുക്കുന്ന ഒരു ആത്മാഹത്യക്ക് സമാനമാണത്. അപ്പോൾ ഇത്രകാലം ഈ DMKയുടെ താഴേക്കടല പ്രവർത്തനം ഇന്ന് പന്നീർസെൽവത്തെ താലോലിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് തീർച്ചയായും പന്നീർസെൽവത്തിന് എതിരായിട്ടുള്ള ഒരു പ്രൊപഗണ്ടയായി വരികയും പന്നീർസെൽവത്തിൻ്റെ രാഷ്ട്രീയ മാന്യത തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരും. എങ്ങനെ തന്നെ പോയി കഴിഞ്ഞാലും ഇതൊരു അരക്ഷിതാവസ്ഥയിലേക്കാണ് തമിഴ്നാട് രാഷ്ട്രീയവും തമിഴ്നാട് ഗവൺമെൻറ്റും പോകുന്നത്. തീർച്ചയായും ഞാൻ വീണ്ടും പറയുകയാണ്, വളരെ വേഗത്തിൽ നമുക്ക് തമിഴ്നാടിലെ ഒരു ഇലക്ഷൻ പ്രതീക്ഷിക്കാം. യെസ്, ആർക്കെ ദീപ ഫാക്ടർ കൂടി ചർച്ച ചെയ്യണം. സ്വാഭാവികമായും ഇന്നലത്തെ അവരുടെ രംഗപ്രവേശം, ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിലേക്ക് പന്നീർസെൽവം എത്തുമ്പോൾ അവരും കൂടി എത്തുന്നു. വേഷവിധാനത്തിലെല്ലാം ജയലളിതയ്ക്ക് സമാനമായ ഒരു രൂപം സൃഷ്ടിക്കപ്പെടുന്നു. ദീപയ്ക്ക് എത്രത്തോളം ഒരു ഇമ്പാക്റ്റ് ഒരു ഉണ്ടാക്കാൻ കഴിയും പ്രവർത്തകർക്കിടയിൽ, വിശേഷിച്ച് തമിഴകത്ത്? ഈ തമിഴ്നാട്ടിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പല വില്ലേജുകളിലും പല ഗ്രാമങ്ങളിലും പല സിറ്റീസിലും ദീപയുടെ കട്ടൗട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഇതാണ് പ്രശ്നം. ഇത് എവിടുന്ന് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ADMK പ്രവർത്തകർ വയ്ക്കുന്ന ഈ കട്ടൗട്ട്സ് ആണ്, ബാനേഴ്സ് ആണെന്നാണ് ജനം പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വിശ്വസിച്ചാവും. അപ്പോൾ ദീപയ്ക്ക് എന്തോ ഒരു ഹോൾഡ് തമിഴ്നാട്ടിലുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇവർ ഇനി രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വരാൻ പോകുന്നു 24-ാം തീയതി, അതായത് ജയലളിതയുടെ പിറന്നാളിന് ഞാൻ അനൗൺസ് ചെയ്യാം എന്നുള്ളതൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വരുന്നതിന് മുമ്പ് തന്നെ, അതായത് ജയലളിതയുടെ മരണത്തിന് ശേഷമാണ് അങ്ങനെ ദീപകളുടെ ഒരു സംഭവം തന്നെ നമ്മൾ അറിയണത്. അപ്പോൾ പന്നീർസെൽവവും ദീപയും ആ കൂട്ടുകെട്ട് നിശ്ചയമായും തമിഴക പീപ്പിൾ വിൽ ഡെഫിനറ്റ്ലി അക്സെപ്റ്റ് ദാറ്റ്. യെസ്, ഒരു താരപ്രഭ അധിഷ്ഠിതമായിരുന്നു AIDMKയുടെയും DMKയുടെയും എല്ലാം അസ്തിത്വം. MGR, ജയലളിത, അതിനുശേഷം അങ്ങനെയുള്ള വ്യക്തികളില്ല. അതുകൊണ്ട് ദീപയിലൂടെ ആ വന്നിട്ടുള്ള വിടവ് നികത്താൻ കഴിയുമോ? അത് ഏതെങ്കിലും ചലച്ചിത്ര താരങ്ങൾ, സിനിമാ താരങ്ങളിലോ അത്തരത്തിലുള്ള ആരെങ്കിലും രംഗപ്രവേശത്തോടു കൂടിയാണോ ഈ പ്രവർത്തകരെ അവരുടെ വികാരപരമായ സമീപനങ്ങളെയും വികാരത്തെയും പാർട്ടിയോടുള്ള കൂറിനെയും പിടിച്ചു നിർത്താൻ കഴിയുക? അല്ല, ADMK പാർട്ടിയെ സംബന്ധിച്ചോളം ഇന്ന് ഒരു ചാരിസ്മാറ്റിക് ലീഡറായിരുന്നു നമ്മൾ MGR, ഓണറബിൾ ജയലളിത മാഡം. പക്ഷേ ഇപ്പോൾ ശശികല മാഡത്തിന് ഒരു ചാരിസ്മാറ്റിക് ലീഡർ അല്ലാത്തതുകൊണ്ട് പാർട്ടി കാഡർ അക്സെപ്റ്റ് ചെയ്യുക. ഇപ്പോൾ തൽക്കാലം MLAമാർ ജയിച്ചു, നമ്മൾ പാർട്ടി ഇൻ പവർ. ആ പവറിലുള്ള ഈ 4 കൊല്ലം ഇനി അങ്ങനെ തള്ളിയിട്ട് പോകാനായിട്ട് അവർ പറയുന്ന ആളെ ആക്കുക. അവർ ആശപ്പെടുന്ന
വേറെ ഈ പാർട്ടിയെ ഒന്നിച്ച് വെക്കാനായിട്ട് വേറെ ആളില്ലാത്തതുകൊണ്ട് അവരെ ഒരു ആക്ടിങ് ജനറൽ സെക്രട്ടറി ആക്കി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പക്ഷേ ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോൾ തന്നെ നമ്മൾ ഈ നിലപാടൊക്കെ എന്താണെന്ന് അതിലെ തെളിവായിട്ട് വരും. യെസ്, തമിഴ്നാട്ടിൽ രാഷ്ട്രീയ കരുനീക്കങ്ങൾ സജീവമാണ്, അനിശ്ചിതത്വം തുടരുകയാണ്, രാഷ്ട്രീയ നാടകങ്ങൾ അരങ്ങേറുന്നു. ഏതായാലും ഇനി വളരെ പെട്ടെന്ന് തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവർണർ ഭാഗത്തു നിന്നും ഒരു തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ ചർച്ച ഇവിടെ സമാപിക്കുന്നു. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അഡ്വക്കേറ്റ് MK ഗോവിന്ദൻ, RK രാധാകൃഷ്ണൻ, MB അൻവർ. നമസ്കാരം.